റിജിഡ് ബോഡിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞാൽ നമ്മൾ റിജിഡ് ബോഡിയിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസറും ഡിസ്കസ് ചെയ്തു. അപ്പോൾ വിച്ച് ടെൻസറിൽ എത്രയുണ്ട്? 9 കോമ്പോണൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ചൂസ് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അതായത് ഇനർഷ്യൻ്റെ ഈ ഓഫ് ഡയഗണൽ ടേംസൊക്കെ വാനിഷ് ചെയ്യും. ഓൺലി എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആക്സിസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാത്ത കറസ്പോണ്ടിങ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യും. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആക്സിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ആക്സിസിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ ബോഡി. അതിൻ്റെ ഒറിജിനെ ആ ഒരു കോർഡിനേറ്റിൻ്റെ ഒറിജിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ പോയിൻ്റ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞാൽ നമ്മൾ ഇത് ഒറിജിൻ പ്രിൻസിപ്പൽ പോയിൻറ്റും ഇത് 3 IX IY IZ പറഞ്ഞ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വേണം വിളിക്കുക. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഇനി പ്രിൻസിപ്പൽ ആക്സിസും അതിന് ഒറിജിനും പറഞ്ഞു. ഇനിയിപ്പോൾ 2 ആക്സിസ് കൂടി ചേരുമ്പോൾ ഇവിടെ നമുക്കൊരു പ്ലെയിന് കിട്ടുമല്ലോ. ഈ പ്ലെയിൻസിനെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞു, ഒറിജിൻ എന്താണെന്ന് പറഞ്ഞു, ഒറിജിനെ പ്രിൻസിപ്പൽ പോയിൻ്റ് എന്ന് പറയും, ദെൻ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇനർഷ്യ ടെൻസർ എന്താണ്? ഡയഗണലാണ്. ഓഫ് ഡയഗണൽ ടേംസൊക്കെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേംസിനെ I1 I2 I3 ഓർ IX IY IZ എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് I1 I2 I3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ട് എങ്ങനെ ഇതിനെ ആംഗുലാർ മൊമെൻറ്റം വെച്ച് എഴുതാം? വി ക്യാൻ റൈറ്റ് ആംഗുലാർ മൊമെൻറ്റം LS. ഇവിടെ ഈ I1 I2 I3 പറയുന്ന ഈ മൊമെൻറ്റ് എന്താണ്? പ്രിൻസിപ്പൽ മൊമെൻറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് കറസ്പോണ്ടിങ് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം L = എങ്ങനെ എഴുതാം? L = I1 ω1 I ω അല്ലേ L = I1 ω1 E1 + I2 ω2 E2 + I3 ω3 E3 എന്ന് എഴുതാം. വേറെ E1 E2 E3 എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന്, അതായത് I1നെ ക്രോസ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ, E2 അലോങ് I2നെ ക്രോസ് ആയിട്ട്, E3 അലോങ് I3നെ ക്രോസ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് കൈനറ്റിക് എനർജി T = നമുക്ക് എങ്ങനെ എഴുതാം? T = I12 I ω², which becomes ½ × I1 ω1² plus I2 ω2² plus I3 ω3². പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒമേഗ അലോങ് ഒമേഗ സെറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് 0 0 ഒമേഗ ആയിരിക്കും ഇത്, അതായത് ω1 ω2 0 ആയിരിക്കും. ω3 മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. അപ്പം L = എന്ത് വരും? L = I3 ω3 E3. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കുക, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എല്ലിനും ഐക്കും സെയിം ഡയറക്ഷൻ അല്ല. കാരണം ഒമേഗ Z ഡയറക്ഷനിലാണെങ്കിൽ കൂടുതലും L വേറെ ഡയറക്ഷനിലൊക്കെ നമ്മൾ പ്രീവിയസ് കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കുക, ഒമേഗ അലോങ് ഒമേഗ Z ഓർ ω3ൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ എല്ലും ഏത് ഡയറക്ഷനിലേ ഉണ്ടാവുള്ളൂ? ഈ ഒരു എല്ലിൻ്റെ എക്സ്പ്രഷൻ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് L ഹാസ് ദ സെയിം ഡയറക്ഷൻ ഓഫ് ഒമേഗ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസറിന് നമുക്ക് L1 = എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൊമെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആക്സിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസറിന് L1ൻ്റെ എക്സ്പ്രഷൻ എഴുതി. ഇത് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ ദാറ്റ് ഈസ് L1 = I11 ω1 + I12 ω2 + I13 ω3. ഈ ഒരു കേസിൽ L1 = എന്ത് കിട്ടും? I ω1. ഇക്വേറ്റിംഗ് ദീസ് 2 ഇക്വേഷൻ വി ഗെറ്റ്. അപ്പോൾ 2 ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താൽ വി ഗെറ്റ് എന്ത് കിട്ടും? I11 ω1 + I12 ω2 + I13 ω3 = I ω1, which can be rewritten as ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് then I11 - I ω1 + I12 ω2 + I13 ω3 = 0. സിമിലർലി നമ്മൾ L2ഉം L3യും കമ്പയർ ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ 3 ഇക്വേഷൻസ് കിട്ടും. ദാറ്റ് ഈസ് I21 ω1 + I22 - I ω2 + I21 ω3 = 0 and I31 ω1 + I32 ω2 + I33 - I ω3 = 0. അങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷന് ഒരു ഇക്വേഷൻ നമ്പർ കൊടുക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഇക്വേഷൻ എയോ 3 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ എന്നോ അങ്ങനെ ബിന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഇക്വേഷനെ, അതായത് നമ്മൾ ലാസ്റ്റ് എഴുതിയ 3 ഇക്വേഷന് ഒരു കറക്റ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും എന്ത് ചെയ്യണം? ഡിറ്റർമിനൻറ്റ് ഓഫ് ദ കോഎഫിഷ്യൻ മസ്റ്റ് ബി വാനിഷസ്. ദാറ്റ് ഈസ് ω1 ω2 ω3 അതിൻ്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യണം? അത് ഡിറ്റർമിനൻ്റ് ആക്കി എഴുതിയാൽ അത് വാനിഷ് ചെയ്യണം. അപ്പോൾ നമ്മളത് ഡിറ്റർമിനൻ്റ് ആക്കി എഴുതാണ്.
ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐയിലുള്ള ഒരു ക്യൂബിക് ഇക്വേഷൻസ് കിട്ടും. ആ ക്യൂബിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I1 I2 I3 എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കിട്ടിയ I1 I2 I3 നമ്മൾ ഈ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കൂടെ കിട്ടും. അപ്പം എന്താണ് സോൾവ് ചെയ്യും ω1 × ω2 ω3 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കതിൻ്റെ എന്തും കൂടെ കിട്ടും? ഡയറക്ഷൻ കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് കാണുക. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക, ദെൻ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാനിഷ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അതിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ പ്രീവിയസ് എഴുതിയ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ω1 ω2 ω3 കറസ്പോണ്ടിങ് ഡയറക്ഷനും കൂടെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ റിജിഡ് ബോഡിൻ്റെ കേസിലേക്ക് തന്നെ വരിക. നമുക്കറിയാം റിജിഡ് ബോഡി 3 ടൈപ്സ് ഓഫ് റിജിഡ് ബോഡി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3 ടൈപ്സ് അല്ല, തൽക്കാലം നമ്മളിവിടെ 3 ടൈപ്സ് എടുക്കുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് സ്ഫെറിക്കൽ ടോപ്പ്, സിമെട്രിക് ടോപ്പ്, അസിമെട്രിക് ടോപ്പ്. അപ്പം ഈ നമ്മളിപ്പം പറഞ്ഞ ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ റിജിഡ് ബോഡി ക്ലാസിഫൈ ചെയ്തത്. സ്ഫെറിക്കൽ ടോപ്പ് എന്താണ്, സിമെട്രിക് ടോപ്പ് എന്താണ്, അസിമെട്രിക് ടോപ്പ് എന്താണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സ്ഫെറിക്കൽ ടോപ്പിൻ്റെ കേസ് പറഞ്ഞാൽ അതിൻ്റെ 3 മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I1 I2 I3 എല്ലാം എന്താവും? ഈക്വൽ ആവും. ഇനി സിമെട്രിക്കിൽ 2 ഷുഡ് ബി ഈക്വൽ, തേർഡ് വൺ നോട്ട് ഈക്വൽ ടു. അതിൽ തന്നെ 2 ആ വാല്യൂ ബേസ് ചെയ്തിട്ട് പ്രോലൈറ്റ് ആൻഡ് സിമെട്രി എന്നും ഒബ്ലൈറ്റ് സിമെട്രി എന്നും പറയും. അപ്പോൾ ഒബ്ലൈറ്റ് സിമെട്രിയുടെ കേസിൽ I1 I2 ഈക്വൽ ആയിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ I3 ആയിരിക്കും. അവിടെ ഏറ്റവും ലാർജ് വരുന്ന I3 ആണ്, അതാണ് ഒബ്ലൈറ്റ് വരിക. ഒബ്ലൈറ്റ് ഓക്കെ. ദെൻ പ്രോലൈറ്റ് വരിക I1 ലെസ് ദാൻ I2 വിച്ച് ഈസ് ഈക്വൽ ടു I3. ഓക്കെ, I1 ആണോ I3 ആണോ വലുത് അതിനനുസരിച്ചാണ് പ്രോലൈറ്റും ഒബ്ലൈറ്റും വരിക. ദെൻ ലാസ്റ്റ് വൺ അസിമെട്രിക് ടോപ്പ് വിച്ച് ഈസ് I1 നോട്ട് ഈക്വൽ ടു I2 നോട്ട് ഈക്വൽ ടു I3. അപ്പം ഇങ്ങനത്തെ 3 ടൈപ്സ് ആയിട്ടാണ് ബേസ്ഡ് ഓൺ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്രിൻസിപ്പൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റിജിഡ് ബോഡി ക്ലാസിഫൈ ചെയ്തത്. അപ്പം പ്രിൻസിപ്പൽ ആക്സിസ് ഇത്രയുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് യൂളർ ഇക്വേഷൻ ഓഫ് മോഷനാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് യൂളർ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിജിഡ് ബോഡിൻ്റെ റൊട്ടേഷണൽ മോഷൻ കൺസിഡർ ചെയ്യണേ. അതായത് എബൌട്ട് എ ഫിക്സഡ് പോയിൻ്റ് ഓർ സെൻറ്റർ ഓഫ് മാസിന് എബൌട്ട് ആയിട്ടാണ് റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു ടോർക്ക് ഉണ്ടാവും നമുക്കറിയാം. ആൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ടോർക്ക് n is equal to dl/dt വിത്ത് റെസ്പെക്ട് ടു സ്പേസ് കോർഡിനേറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ടോർക്ക് ചെയ്യുക. റൊട്ടേറ്റിംഗ് ബോഡീൻ്റെ പുറത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ടോർക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ പ്രീവിയസ് ആയിട്ട് സ്പേസ് കോർഡിനേറ്റ്സ് സിസ്റ്റത്തിനും റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് റിലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട്. ആ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു ഓപ്പറേറ്റർ? d/dt of s is equal to d/dt of r plus omega cross. ഇതിൽ ആംഗുലാർ മൊമെൻറ്റം L എന്നുള്ള ഓപ്പറേറ്റർ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dl/dt of s is equal to dl/dt of r plus omega cross L എന്ന് കിട്ടും. where L is the angular momentum. We have dl/dt of s എന്താണ്? n. That is n is equal to എന്ത് കിട്ടും? dl/dt of r plus omega cross L which is equal to n. ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് പ്രിൻസിപ്പൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I ആണെങ്കിൽ നമ്മുടെ ആംഗുലാർ മൊമെൻറ്റം L is equal to I omega നമുക്കറിയാം. ഓക്കെ, L is equal to I omega. സോ അപ്പം L is equal to I omega എടുക്കുമ്പോൾ നമുക്ക് ടോർക്ക് n is equal to എന്ത് കിട്ടും? d/dt of I omega plus omega cross L. വി ഹാവ് I എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല എന്നറിയാം. ദാറ്റ് ഈസ് I into omega dot plus omega cross L എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടുള്ള n1 കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് n1 is equal to I1 into omega 1 dot plus then omega cross Lൻ്റെ ഫസ്റ്റ് കോമ്പോണൻറ്റ്. ഇതെന്താ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒമേഗ ക്രോസ് എല്ലാം ഫസ്റ്റ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒമേഗ ക്രോസ് എല്ലാം എടുക്കുക. ജസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇത് കിട്ടും, സെക്കൻഡ് കമ്പോണൻറ്റ് ഇത് കിട്ടും, തേർഡ് കമ്പോണൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കമ്പോണൻറ്റിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോർക്കിൻ്റെ എക്സ് കോമ്പോണൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് n1 കിട്ടും. സിമിലർലി നമ്മൾ ഈ സെക്കൻഡ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് n2 ഈക്വൽ ടു എന്ത് കിട്ടും? I2 omega 2 dot omega cross Lൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ദിസ് ടേം. ദെൻ തേർഡ് കമ്പോണൻറ്റ് നമുക്കത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ദെൻ വി ഗെറ്റ് എന്ത് കിട്ടും? നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I1 omega 1 dot omega cross Lനെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം കിട്ടും. omega 2 into L3 minus omega 3 minus L2 എന്ന് കൊടുക്കും. വി ഹാവ് L is equal to I omega അല്ലേ? അപ്പം I3 omega 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അപ്പോൾ ഇവിടെ ഒരു omega 2 omega 3 I3 വരും. ഇവിടെ omega 3 ഉണ്ട്, ഇതിന് I2 വേണം എഴുതി തരാം. I3 omega 3 ഉണ്ടാവും. ഇവിടെ I2
ഒമേഗ 2. അപ്പോൾ രണ്ട് ടേമിൽ ഒമേഗ 2 കോമൺ ആയിട്ട് അത് പുറത്തെടുത്താൽ ബാക്കി I3 മൈനസ് I2. സിമിലർലി N2 നമ്മൾ എഴുതി, N3 അങ്ങനെ എഴുതി. ഈ 3 ഇക്വേഷൻസിനെയാണ്, ഇത് ടോർക്കിൻ്റെ എക്സ് കമ്പോണൻ്റ് ആണ്, ഇത് വൈ കമ്പോണൻ്റ് ആണ്, ഇത് സെഡ് കമ്പോണൻ്റ് ആണ്. ദിസ് ഇക്വേഷൻസ് ആർ നോൺ ആസ് ദ യൂളർ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ റിജിഡ് ബോഡി, ഓയിലർ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ റിജിഡ് ബോഡി. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ കേസും കൂടെ ഡിസ്കസ് ചെയ്യാണ്. ഇതിൻ്റെ സ്പെഷ്യൽ കേസ് പറഞ്ഞാൽ അവിടെ ടോർക്ക് ഇല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ ടോർക്ക് എക്സ്പീരിയൻസ്ഡ്, അപ്പം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിൽ N1 N2 N3 എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇതിൽ തന്നെ എഴുതുക കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് I1 ω1 ഡോട്ട് ω2 ω3 ഇൻറ്റു I3 മൈനസ് I2, ഓർ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു സിമ്മട്രിക് ആവാൻ വേണ്ടി ഈ ഇക്വേഷൻ വേണമെങ്കിൽ മൈനസ് ആക്കിയിട്ട് ഇത് I2 മൈനസ് I3 എന്നാക്കുക കേട്ടോ. ഒരു എല്ലാം മൈനസ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി എഴുതുക, I2 മൈനസ് I3. ആ ഒരു ഓർഡർ, സൈക്ലിക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ടെക്സ്റ്റിലൊക്കെ അതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ മീൻസ് ടോർക്ക് ഫ്രീ മോഷൻ ഓഫ് റിജിഡ് ബോഡി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് തന്നെയാണ് ടോർക്ക് ഫ്രീ മോഷൻ ഓഫ് റിജിഡ് ബോഡി. അപ്പോൾ നമ്മൾ ടോർക്ക് ഫ്രീ മോഷൻ ഓഫ് റിജിഡ് ബോഡി നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ജസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ആക്കി എഴുതി, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ദാറ്റ് ഈസ് I1 ω1 ഡോട്ട് ഇസ് ഈക്വൽ ടു ω2 ω3 ഇൻറ്റു I3 മൈനസ് I2, I2 ω2 ഡോട്ട് ഇസ് ഈക്വൽ ടു ω3 ഇൻറ്റു ω1 I3 മൈനസ് I1, I3 ω3 ഡോട്ട് ഇസ് ഈക്വൽ ടു ω1 ഇൻറ്റു ω2 I1 മൈനസ് I2. പുട്ട് ഇറ്റ് ആസ് ABC ഓഫ് ഇക്വേഷൻ 1. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് ദർ ഇസ് നോ നെറ്റ് ടോർക്ക് ഓർ ഫോഴ്സ് റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എയ്തർ ഈസ് അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഓർ യൂണിഫോം വെലോസിറ്റി. അപ്പം ആ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ റെസ്പെക്റ്റീവായിട്ട് ഇതിന് ഇക്വേഷൻ 1 എനെ ω1, ഇതിന് ω2 ω3 വെച്ചിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു ഇക്വേഷൻ ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുക നോക്കാം. മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, എന്തുണ്ട്? I ഇൻറ്റു ω1 ഡോട്ട് ω1 വിച്ച് ഈസ് ഈക്വൽ ടു ω1 ω2 ω3 ഇൻറ്റു I3 മൈനസ് I2, വിച്ച് ഈസ് നെക്സ്റ്റ് ഇക്വേഷൻ I2 ഇൻറ്റു ω2 ഡോട്ട് ω2 വിച്ച് ഈസ് ഈക്വൽ ടു ω1 ω2 ω3. ഞാൻ എഴുതാൻ പഠിച്ചിട്ടാട്ടോ അത് ഇങ്ങനെ എഴുതി. തേർഡ് ഇക്വേഷൻ I3 ഇൻറ്റു ω3 ഡോട്ട് ω3 വിച്ച് ഈസ് ഈക്വൽ ടു ω1 ഇൻറ്റു ω2 ഇൻറ്റു ω3 ഇൻറ്റു I1 മൈനസ് I2. നെക്സ്റ്റ് നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ ടേമിൽ കോമൺ ആയിട്ട് ω1 ω2 ω3 കോമൺ ആണ്. ദെൻ ആഡ് ചെയ്യുമ്പം ഇവിടെ ഒരു I3 പ്ലസ് 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 I3 മൈനസ് I2 ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ഇത് I2 മൈനസ് I3 ആണ്, I3 മൈനസ് I2 എന്നുണ്ട്. എന്തായാലും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതെല്ലാം ക്യാൻസൽ ആകും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡ് 0 മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് I1 ഇൻറ്റു ω1 ഡോട്ട് പ്ലസ് I2 ω2 ഡോട്ട് ω2 പ്ലസ് I3 ω3 ഡോട്ട് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് d/dt ഓഫ് ഇത് പറഞ്ഞാൽ ഹാഫ് I1 ω1 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരും? ഹാഫ് I1 ഇൻറ്റു 2 ടൈംസ് ω1 ഇൻറ്റു ω1 ഡോട്ട്, ആ 2 ക്യാൻസൽ ചെയ്ത് അതിനാണ് നമ്മളവിടെ ഹാഫ് കൊടുത്തത്. സിമിലർലി ഹാഫ് I2 ω2 ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് I3 ω3 ഡോട്ട് സ്ക്വയർ ഓർ വിച്ച് ഈസ് ഈക്വൽ ടു 0 ഓർ d/dt ഓഫ് ഹാഫ് I ω സ്ക്വയർ വിച്ച് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് സംതിങ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് മീൻസ് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഈ ടേം എന്താണ്? വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് സംതിങ് ഈസ് 0 മീൻസ് ആ സംതിങ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിനുള്ള ആ ടേം കോൺസ്റ്റൻ്റ് ആണ്. ഈ ഹാഫ് I ω സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? ഈസ് ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അഗൈൻ ഹാഫ് I ω സ്ക്വയർ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു L ω. അപ്പോൾ ഈ ഹാവ് I ω ഒരു I ω വിച്ച് ഈസ് L ആയി കൊടുത്തു, വിച്ച് ഈസ് ദ അഗൈൻ L ω എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഇതാണ് എന്ത്? ടോട്ടൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജീൻ്റെ കൺസർവേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക്. ഓക്കെ, അപ്പം ഈ ഒരു ടേമിൽ d/dt ഓഫ് ഓർ dl/dt ടോർക്ക് 0 അല്ല, n is equal to dl/dt is equal to 0 കിട്ടി. അപ്പം n 0 ആയതുകൊണ്ട് L എന്തായിരിക്കും? L കോൺസ്റ്റൻ്റ് ആയിരിക്കും. L is again constant. ദാറ്റ് ഈസ് L is equal to എന്താണ്? നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. I1 ω1 E1 പ്ലസ് I2 ω2
E2 plus I3 omega 3 E, which is a constant. അതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈസ് അനദർ കൺസർവേഷൻ ലോ കറസ്പോണ്ടിങ് ടു ദ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഈ ഒരു ടേമിൽ 2 കൺസർവേഷൻ ലോസ് ഡിസ്കസ് ചെയ്തു. കൺസർവേഷൻ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റവും ഫോർ ടോർക്ക് ഫ്രീ മോഷൻ ഓഫ് ദ റിജിഡ് ബോഡി. അപ്പം ഇത്രയാണ് ഈ ടോപ്പിൽ കുറച്ച് 3 പോയിൻറ്റ്സ് എങ്ങാനും പ്രിൻസിപ്പൽ ആക്സിസ് മുതൽ ടോർക്ക് ഫ്രീ മോഷൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തത്. അപ്പോൾ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും ഗ്ലാസ്സും വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.